അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മകൾ വീണ്ടും ഹൈക്കോടതിയിൽ. ലോറൻസിന്റെ മൃതശരീരം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ആശാ ലോറൻസിന്റെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതശരീരം മതാചാരപ്രകാരം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മകൾ ആശാ ലോറൻസ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത് നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രത്യേക സമിതി യോഗം ചേർന്നുകൊണ്ട് അനാട്ടമി ആക്ട് പ്രകാരം മക്കളുടെയും സാക്ഷികളുടെയും വാദങ്ങൾ കേട്ടിരുന്നു. ഹൈക്കോടതി ഉത്തരവെന്ന് പറഞ്ഞത് ഈ അനാട്ടമി ആക്ട് പ്രകാരം ആശയുടെ എതിർപ്പ് അടങ്ങുന്ന പരാതി പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്നുള്ളതായിരുന്നു. പക്ഷെ ഈ തീരുമാനം ഏകപക്ഷീയമാണെന്നാണ് ആശയുടെ വാദം. പ്രത്യേകിച്ച് മൂത്ത മകനായിട്ടുള്ള ML സജീവന്റെ അതോടൊപ്പം തന്നെ പാർട്ടിയുടെയും സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ടാണ് മെഡിക്കൽ കോളേജ് ഉപദേശക സമിതി തീരുമാനമെടുത്തത്. മാത്രമല്ല, സ്വാഭാവിക നീതി തനിക്ക് അവിടെ നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ മെഡിക്കൽ കോളേജ് സമിതി എടുത്ത തീരുമാനം റദ്ദാക്കിക്കൊണ്ട് മൃതശരീരം തനിക്ക് മതാചാരപ്രകാരം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകിട്ടണമെന്നുള്ളതാണ് ആശാ ലോറൻസിന്റെ ആവശ്യം. ആശയുടെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ചയായിരിക്കും പരിഗണിക്കുക. രോഹിണി. ശരി രേഷ്മ. അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മകൾ വീണ്ടും ഹൈക്കോടതിയിൽ. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.